നമുക്കൊപ്പം രജൌരിയിൽ നിന്നും നോബൽ മാരിക്കാരനും ഒപ്പം നന്ദു പേരാമ്പ്രയും തുടരുന്നുണ്ട്. നോബലിന് തുടരാവുന്നതാണ്. ഇപ്പോൾ വ്യാപകമായ ഡ്രോൺ ആക്രമണം എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ വരവ്. ഉധംപൂരിലാണ് ഡ്രോൺ ആക്രമണം, ബാക്കി എല്ലായിടങ്ങളിലും ഷെല്ലാക്രമണത്തിൻ്റെ വാർത്തകൾ വരുന്നു. ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. എന്താണ് നോബൽ മാരിക്കാരൻ സംഭവിക്കുന്നത്? നമ്മൾ ഒരു വെടിനിർത്തൽ വന്നതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ പ്രകോപനം ഉണ്ടാവുകയാണോ? അരുൺ, തീർച്ചയായും നമ്മൾ ഒരു ധാരണയിലേക്ക് എത്തി. വെടിനിർത്തൽ കരാർ അത്തരത്തിൽ ഒരു കരാറിലേക്ക് വരികയും വെടിനിർത്തൽ എന്ന ഒരു സംവിധാനം അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തതിനു പിന്നാലെയും പാകിസ്ഥാൻ ശക്തമായ പ്രകോപനം തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട അതിർത്തികളിൽ പലയിടത്തും വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങളും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള വെടിവെപ്പുകളും ഒപ്പം ഷെല്ലാക്രമണങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെ ഉയരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വാർത്താ ഏജൻസികൾ, വിവിധ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ നൽകി വരുന്നുണ്ട്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് വിവിധ ഇടങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന രജൌരിയിൽ ശക്തമായ വെടിവെപ്പാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത്ര നേരം മുമ്പ് വരെ. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ കത്വ, സുന്ദർബനി, സാംബ, അഖ്നൂർ അടക്കമുള്ള മേഖലകളിലും ശക്തമായ വെടിവെപ്പുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിവിധ മേഖലകളിൽ പ്രധാനമായും പ്രത്യേകിച്ച് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് സ്ഫോടനങ്ങൾ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അതായത് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നു എന്ന നമുക്ക് മനസ്സിലാവുന്നത്. ഒമർ അബ്ദുള്ള ട്വിറ്റടക്കം നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വിവിധ മേഖലകൾ, അത് ജമ്മു കാശ്മീരിന്റെ മേഖല മാത്രമല്ല, ഈ രാജസ്ഥാന്റെ മേഖലയിൽ പോലും ഇത്തരത്തിൽ ചില അപായ സൂചനകളൊക്കെ മുഴങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാജസ്ഥാനിലെ ബാർമറിൽ ഒരു അപായ സൈറൻ മുഴങ്ങി എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വ്യോമസേന വ്യോമാക്രമണ മുന്നറിയിപ്പാണ് അവിടെ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ അതിർത്തികളിൽ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ എന്താണെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സുരക്ഷാ സേന എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ